പാലക്കാട് ആളിയാർ ഡാമിന്റെ 11 സ്പിൽവേ ഷട്ടറുകൾ 6 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഇതിനാൽ 1133 ഘനയടി അളവിൽ ജലമൊഴുക്കുന്നതായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതേ തുടർന്ന് മൂലത്തറ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുന്നത് 40 നിന്ന് 75 സെന്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ചിറ്റൂർ പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കർക്കടക മാസം ശുചിത്വത്തിന്റെ മാസം കൂടിയാണ്. ശാരീരികവും മാനസികവുമായ ശുചിത്വം ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. കർക്കടക മാസത്തിൽ ആത്മീയ വിശുദ്ധിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാമുഖ്യം ആരോഗ്യ സംരക്ഷണത്തിനും നൽകണമെന്ന് ആയുർവേദം ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്നതിനാൽ ആരോഗ്യ സംരക്ഷണ ചികിത്സകൾക്ക് ഏറെ ഫലപ്രദമായ മാസമാണ് കർക്കടകം. ശരീരത്തിന്റെ സമഗ്രമായ ശുചിത്വത്തിനു വേണ്ടിയുള്ള കാലം കൂടിയാണ് കർക്കടകമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. ആഹാരത്തിലുള്ള നിഷ്കർഷ മുതൽ ശരീരശുദ്ധിക്കായുള്ള പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പ്രാധാന്യം നൽകുന്നു. വർഷകാലത്ത് ശരീരത്തിന്റെ ബലം താരതമ്യേന കുറയുന്നു. ഈ കാലത്ത് ആയുർവേദ ചികിത്സകൾക്ക് പ്രാധാന്യം വളരെ കൂടുന്നു. വർഷകാലത്ത് ആര്യവൈദ്യശാലയിൽ ചികിത്സ തേടി എത്തുന്നവർക്ക് സ്നേഹസ്വേദങ്ങൾ, ശോധനം, രസായനം എന്നിങ്ങനെ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള ക്രിയാക്രമങ്ങൾ വ്യക്തി അനുസൃതമായി നൽകി വരുന്നു. പിഴിച്ചിൽ, നവരക്കിഴി, പൊടിക്കിഴി, ഔഷധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള വസ്തി എന്നിവയാണ് ഇതിൽ പ്രമുഖം. കർക്കടക മാസത്തിലെ ചികിത്സാവിധികൾ ആചാരമായി മാത്രം നടത്തേണ്ട ഒന്നല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാലത്തെ അറിഞ്ഞുള്ള ചികിത്സയാണ് കർക്കടക മാസത്തിലേത്. പ്രപഞ്ചത്തിന്റെ ഒരു കാലുണ്ട്, മനുഷ്യന്റെ ഒരു കാലുണ്ട്. മനുഷ്യ ആരോഗ്യം എന്ന് പറയുന്നത് പോലും ഒരു നല്ല കാലമാണ്. അപ്പോൾ ഈ കാലത്തെ എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാലത്തിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ആദ്യമ മനുഷ്യരായിരിക്കും. എങ്ങനെയൊക്കെയാണ് ഈ കാലക്കേടുകൾ വരുമ്പോൾ സ്വയം രക്ഷ നേടുക എന്നുള്ള അവരുടെ ചിന്തയാണ് പിന്നീട് പരിഷ്കൃത സമൂഹം ചികിത്സ എന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ ഒരു നൈരന്തര്യമാണ് സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ആരോഗ്യ സംസ്കാരത്തോടൊപ്പം ആഹാര സംസ്കാരവും വളർത്തിയെടുക്കണമെന്ന് കർക്കടകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർക്കടക മാസത്തിലെ ആഹാര ക്രമീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കർക്കടക കഞ്ഞി. ഈ കർക്കടക കഞ്ഞി എന്ന് പറയുന്നത് ഒരു ഭാഗം നവരയരി അല്ലെങ്കിൽ ഗോതമ്പരി, ചെന്നല്ലരി, അതോടൊപ്പം തന്നെ അതിൻ്റെ പകുതി ഉലുവ, അതിൻ്റെ 4/1 എള്ള്, ഇതെല്ലാം ചേർത്ത് വേവിച്ചതിന് ശേഷം ശതകുപ്പ, ജീരകം, അയമോദം ഇതിൻ്റെ പൊടി വെതറിയ ശേഷം അടച്ചു വെക്കുക. അതിൽ നാളികേരപ്പാലോ ശർക്കരയോ നെയ്യോ കൂട്ടി കഴിക്കുക. ഇതാണ് സാധാരണ കർക്കിടക കഞ്ഞിയുടെ ഒരു രൂപം. പിഴിച്ചിൽ, നവരക്കിഴി, പൊടിക്കിഴി പോലുള്ള ചികിത്സകൾക്കും നസ്യം, വസ്തി, രക്തമോക്ഷം മുതലായ പഞ്ചകർമ്മ ചികിത്സകൾക്കും കർക്കടക മാസത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇതിനു പുറമെ രാമായണ മാസത്തിൽ ആത്മീയവും മാനസികവുമായ ശുചിത്വം കൂടി കൈവരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമഗ്രമായ ശുചിത്വത്തിന് അനുയോജ്യമായ കാലമാണ് കർക്കടകമെന്ന് ആയുർവേദം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.